ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മൈക്രോവേവിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഫുൾ പവറിൽ ഒരു 2 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നന്നായി നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാളയംകോടൻ പഴമുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇതിന് കുറച്ചുകൂടി നല്ലത്. ഇതൊന്നും നമുക്ക് ഒന്നുകിൽ മിക്സിയിലിട്ട് അടിച്ച് നന്നായി അത് അടിച്ചെടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്യും. ഞാനിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സ് ഫസ്റ്റ് ലെയർ നമ്മൾ പഴം ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കടല വറുത്തെടുത്തതാണ്. ഇത് ഞാൻ വീട്ടിൽ വറുത്തെടുത്തതാണ്. നിങ്ങൾ റോസ്റ്റ് ചെയ്ത കടല പുറത്തുനിന്ന് വാങ്ങിയതോ എങ്ങനെയാണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം ചോക്കോസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഷുഗർ കോട്ടിംഗ് ഉള്ള കോൺഫ്ലെക്സ് ആണ്. ഷുഗർ കോട്ടിംഗ് ഉള്ളത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാ കോൺഫ്ലെക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുകളിൽ പഴവും അവലും കടലയും എല്ലാം ഇട്ട് അടുത്ത ലെയർ കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇനി കടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം സ്വല്പം മാറ്റം വരുത്തിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ചോക്കോസും കോൺഫ്ലെക്സും എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഞാൻ അല്പം സ്ട്രോബെറി ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില ഐസ്ക്രീമാണ് ഇഷ്ടമെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിൽ അല്പം കടലയും ചോക്കോസും എല്ലാം ഇട്ട് അല്പം ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.